നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമോ, നമ്മൊരു സേവ് ദ എടുക്കാണ്ട് എവിടെ വളപ്പ് ബീച്ചിൽ വന്നേക്കാണ്. ഞങ്ങൾ വൈപ്പിൻ കരയിലെ വളപ്പ് ബീച്ച്, ഫാൽക്കൺ ബീച്ച് എന്ന് പറയും ഈ ഒരു ബീച്ചിന്. അപ്പോൾ ഞങ്ങളിന്ന് അവിടെ എത്തിക്കണം. ഉണ്ണിക്കുട്ടൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബീച്ചിൽ വരുന്നത്. അതെ. അപ്പോൾ ഇവിടെ വന്നാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫിക്ക് വരികയാണെങ്കിൽ ഇവിടെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, ചെയർ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബോട്ടുണ്ട്, ബോട്ടിലൊക്കെ എല്ലാത്തിനും പൈസ കൊടുക്കണം കേട്ടോ. അതെ. ഇപ്പോൾ ഉള്ളതിൽ എനിക്ക് നമ്മുടെ എറണാകുളത്ത് നിന്ന് വരുന്നവർക്ക്, എറണാകുളത്തിന് ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് കുറച്ച് അടുത്തുള്ളൊരു ബീച്ചാണ് ഈ വളപ്പ് ബീച്ച്. പിന്നെ അങ്ങോട്ടേക്ക് പോയിപ്പോൾ ചെറായി, കുഴിപ്പള്ളി ബീച്ചൊക്കെ നമുക്ക് ദൂരം കൂടുതലാണ്. അത് വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ബീച്ചാണ്. പിന്നെ വരുന്ന വഴി വെള്ളം കയറി മുങ്ങിക്കിടക്കാൻ ആ ഒരു പ്രശ്നമുള്ളൂ. അപ്പോൾ പക്ഷേ കടുത്തുണ്ട്, ഒരാൾക്ക് 25 രൂപ വെച്ച് അവർ മേടിക്കണമെന്ന് തോന്നുന്നു. തകർക്കണേട്ടോ ഫോട്ടോയ്ക്ക് എടുത്ത്. എന്തെങ്കിലും ബോട്ടുകളാണ് വേണം അതിൻ്റെ ഷൂട്ടിൽ വന്നേക്ക് കേട്ടത്. എന്ത് രാവിലെ നേരെ കടലിലേക്കാണ് ഇരുന്ന് വന്നേക്കുന്നത്. മനുഷ്യനോടെ തകർത്ത് ഷൂട്ട് എടുക്കുന്ന കേട്ടോ. മനുഷ്യനാണ് അവരെ കൊണ്ട് ഭയങ്കര പണിയെടുപ്പിക്കലാണ് ഗൈസ്. ഗൈസ് ഇന്നത്തെ വർക്കൊക്കെ കിട്ടതേ നീന്തിയെന്ന് പോണേ, അക്കരെ വണ്ടി ഇരിക്കണത് അങ്ങോട്ട് പോണേ. ഇവിടുന്ന് കടുത്തുണ്ട്, ഒരാൾക്ക് 25 രൂപ എന്ന് പറഞ്ഞാ ആയിരിക്കണേ. ഇപ്പോൾ ഞങ്ങൾ പിന്നെ ഫുള്ള് നിറഞ്ഞിരിക്കും. കാരണം നമ്മ പിന്നെ നടക്കാതെ. അതെ, പരിചയമില്ലാത്ത ആൾക്കാർ ഇതിലെ കൂടി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ കുഴിയുണ്ട്, ചിലപ്പോൾ ഒന്നിൽ ഈ തോട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ ആ കുഴിയിൽ തട്ടി താഴെ വീഴും. അതെ. പിന്നെ വെള്ളം മോശമാണ് കേട്ടോ. വെള്ളം ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കണല്ലേ, വെള്ളത്തിന് മോശമാണ്. അതെ. തൊട്ടിപ്പുറത്തൊക്കെ ചേട്ടാ പൊറോട്ട മുട്ടൊക്കെ റെഡിക്കാം.